ഹലോ മക്കളെ, വർണ്ണിത മിസ് ആണ്. അപ്പൊ നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞു, പേപ്പർ കിട്ടി, പ്രോഗ്രസ് കാർഡ് കിട്ടി അല്ലെ, PTA മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ആ ഒരു ചൂടില് അല്ലെ, ആ ഒരു എക്സാമിന്റെ ചൂടില് നമ്മൾ മിക്കവാറും എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്ത് ഇങ്ങനെയൊന്നും ആയാൽ പോരാ, എന്റെ മാർക്ക് ഇത്രയൊന്നും കണ്ടാൽ പോരാ, എനിക്ക് കുറച്ചും കൂടെ പഠിച്ച് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു കാര്യം ചെയ്യാം, ക്രിസ്മസ് എക്സാം വരുന്നുണ്ടല്ലോ, ക്രിസ്മസ് എക്സാമിലേക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള ഭയങ്കര പ്ലാനിങ് ഒക്കെ നടത്തി വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും അല്ലെ. പക്ഷെ ആ പ്ലാൻ അവിടെ അങ്ങനെ ഉണ്ടാവും. അതിന് കൂടെ ഇപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂളിൽ പല പല പരിപാടികളുണ്ട്, കുടുംബത്തിൽ കല്യാണമുണ്ട്, പാല് കാച്ചലുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ, കളിക്കാൻ പോവാനുണ്ട്, TV കാണാനുണ്ട്, ഫോണിൽ നോക്കാനുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് നമ്മുടെ ആ ഓണം എക്സാം കഴിഞ്ഞ് നമ്മൾ എടുത്തിയൊരു പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാൻ അവിടെ അങ്ങനെ ആ ഒരു മൂലക്കൽ അങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ പ്ലാനിന്റെ മൂലക്കൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് എക്സാം ഈസി ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ അങ്ങോട്ട് മാറ്റി വെച്ചോളാം കേട്ടോ. അപ്പൊ ഈ നേരത്തെ നടത്തിയ പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നടപ്പിലാക്കണം, അതിനെ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി മിസ് വേറൊരു കാര്യം പറഞ്ഞുതരാം. കുറെ പേര് മിസ്സിന്റെ അടുത്ത് കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട്, അല്ലാണ്ട് മിസ്സിനെ കാണുമ്പോൾ പറയാറൊക്കെ ഉണ്ട്, മിസ്സേ ഇംഗ്ലീഷ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്, ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല, നല്ല മാർക്ക് കിട്ടുന്നില്ല, എങ്ങനെയാ ഇംഗ്ലീഷ് എക്സാമിന്റെ സമയത്ത് എങ്ങനെ എഴുതണമെന്ന് അറിയുന്നില്ല എന്നൊക്കെ. അപ്പൊ മിക്കവാറും ഈ ഒരു ബോധോദയം വരുന്നത് എക്സാമിന്റെ തലേന്നായിരിക്കും. അയ്യോ മിസ്സേ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു വരുന്നത്. അങ്ങനെ തലേന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു തരാൻ അപ്പൊ മിസ്സിനും കഴിയില്ല. കാരണം ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് എന്ത് ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അല്ലെ. അപ്പം ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയടക്കാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞുവാവ, ഒരു ചെറിയ ബേബി ഉണ്ടെന്ന് വിചാരിക്കുക, ആ ബേബി ഒരൊറ്റ ദിവസം കൊണ്ട് ഓടിച്ചാടി മറിഞ്ഞ് നടക്കുകയാണ് ചെയ്യുക. അല്ല, അതെന്ത് ചെയ്യും അല്ലെ, പതുക്കെ കമിഴ്ന്ന് അല്ലെ, മലർന്ന് കിടക്കുന്നിടത്ത് പതുക്കെ കമിഴ്ന്ന് വീഴും, മെല്ലെ മെല്ലെ നീന്താൻ വേണ്ടി ശ്രമിക്കും, അതിനുശേഷം മുട്ടുകുത്തി എഴുന്നേറ്റ് നടക്കും, പിന്നെന്ത് ചെയ്യണം, പിടിച്ചു നിൽക്കും, ആ പിടിച്ചു നിൽക്കുന്നിടത്ത് മെല്ലെ മെല്ലെ അല്ലെ പിടിച്ച് നടക്കും. അങ്ങനെയല്ലേ പിന്നെ നമ്മൾ ഓടി ചാടി ഇതാ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്ന ഈ കുട്ടികളായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലെ. അപ്പം ചെറിയ 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 സ്റ്റെപ്സ് എടുത്തുകൊണ്ടാണ് നമുക്ക് എന്ത് കാര്യവും നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ അതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിനെ എവിടെ പറഞ്ഞു തരുന്നു, എങ്ങനെ പറഞ്ഞു തരുന്നു എന്നുള്ളതല്ലേ മക്കളെ. ഈ October 15th മിസ് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ബാനറിൽ മിസ് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ 7th and 8th സ്റ്റുഡൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ എൻ്റെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും മക്കൾക്ക് മാത്രമാണ് ഈ വെബിനാർ ഉള്ളത്. ആൻഡ് ഇത് തികച്ചും ഫ്രീ ആണ്, ഒരൊറ്റ പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വെബിനാർ ആണ്. ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലിങ്ക് ഉണ്ടാവും, നമ്മുടെ രജിസ്ട്രേഷൻ ഫോമിന്റെ ലിങ്ക് ഉണ്ടാവും, അതിലൊന്ന് കയറുക, ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സൂമിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ആൻഡ് കൃത്യം 7:30 എന്നാണ് October 15th വെനസ്ഡേ കൃത്യം 7:30 ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അവിടെ മിസ് പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങള്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടത്താൻ പറ്റിയില്ല എന്നുള്ളതല്ലേ. അപ്പം എങ്ങനെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളതും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സബ്ജക്ട് നമുക്ക് ഈസി ആക്കാനായിട്ട് മിസ് ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്കത് ഈസി ആക്കി മാറ്റാനൊക്കെ വേണ്ടി കഴിയും. പക്ഷെ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ്, അതായത് വളരെ ചെറിയ രീതിയിൽ ഇപ്പോഴേ നമ്മൾ എഫേർട്ട് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ എക്സാമിന്റെ സമയത്തേക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുക. സോ ഈ രണ്ട് കാര്യങ്ങളിലേക്കും നിങ്ങളെ എന്താ പറയാ ഏറ്റവും ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടി കഴിയുന്ന കുറെ ടിപ്സും ട്രിക്സും പല കാര്യങ്ങളുമാണ് മിസ് ഈ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ഡേറ്റ് മറക്കണ്ട മക്കളെ, October 15th വെനസ്ഡേ ആണ്, 7:30 ആണ്. ഉറപ്പായിട്ടും അതിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിസ് ഗ്യാരണ്ടി തരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ല. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വേണ്ടിയിട്ടുള്ള പല പല മാറ്റങ്ങളും ചിലപ്പോൾ വരാൻ വേണ്ടി പോകുന്ന ആ ഒരു വെബിനാറിലായിരിക്കും. അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യണത്, വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുക. അതായത് നമ്മുടെ ആ താഴെ കൊടുത്തിട്ടുള്ള കമന്റ് ബോക്സിലുള്ള ലിങ്ക് ഉണ്ട്, അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സിനോടും പറയാ നല്ല കിടിലൻ ഒരു വെബിനാർ ആണുള്ളത് 7:30. സോ ആ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയാ കേട്ടോ. അപ്പൊ നിങ്ങൾ റെഡി ആണല്ലോ നമ്മുടെ
ഇംഗ്ലീഷിലേക്ക് ഒരു ചേഞ്ച് വരുത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം അക്കാഡമിക്സിലേക്ക് എങ്ങനെയാണ് നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കുന്ന രീതി തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ എക്സാംസിലും നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കാനും പ്ലാൻ ചെയ്യാനും വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ വെബിനാറിൽ ജോയിൻ ചെയ്യുക. ബാക്കി നമുക്ക് വെബിനാറിൽ കാണാം.